ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 3 ഡേ 2 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇതൊരു പുതിയ വീഡിയോ ഒന്നുമല്ല. ഈ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ആ വീഡിയോയ്ക്ക് റെക്കമെൻഡേഷൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മാത്രം ഇത് കണ്ടാൽ മതി, ബാക്കിയുള്ളവർ സ്കിപ്പ് അടിച്ച് വിടുക. ഓക്കെ, ഇൻ കേസ് ഇതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ ദിവസവും വരുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡ് കയറിയാൽ നോക്കണം കേട്ടോ. കാരണം എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഇരുന്നാൽ പോലും യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകും മുമ്പ് നമ്മൾ ചെറിയൊരു കാര്യം കാണിച്ചിട്ട് തുടങ്ങാം. കഴിഞ്ഞ സീസണിൽ ജാസുമോൾ ആയിരുന്നെങ്കിൽ ഈ സീസണിൽ രണാസുനെയാണ് ഗൈസ് ആ ഒരു പദവിയിലോട്ട് വന്നിരിക്കുന്നത്. പദവി എന്താണെന്ന് ഞാൻ കാണിക്കാം. പൊന്നെ, ജാസുവൊക്കെ എന്തോ ഒരു ഭേദം. ആഴ്ചയിൽ ഒരു വെട്ടമേ കുളിക്കത്തുള്ളൂ. എനിക്കൊന്ന് രേണുവിനെ കണ്ടിട്ടാന്ന് തോന്നുന്നു. മറ്റേ ജിസേലേച്ചി സൂപ്പർ ആട്ടോ. നമ്മൾ വിചാരിച്ചോലൊന്നുമില്ല. ജിസേലേച്ചി സൂപ്പർ കിട്ടില്ല. ജിസേലേച്ചി എന്ന് വന്ന് പറയുന്നുണ്ടായിരുന്നു, നിന്നെയൊക്കെ നാറിയിട്ട് പാടില്ല, പോയി ഒന്ന് കുളിക്കെങ്കിലും ഒന്ന് ചെയ്യുമെന്നും പറഞ്ഞിട്ട്. കാര്യം 2 ദിവസമായി ഇവർക്ക് മറ്റേ നൈറ്റ് ഡ്രസ് പോലത്തെ സാധനം കൊടുത്തിട്ട് 2 ദിവസമായിട്ട് ഇത് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇന്നാണ്ടാണ് പുതിയ സാധനം കൊടുത്തത്. എന്നിട്ട് ഈ ജിസേലിനൊക്കെ ഓൾറെഡി ഇവരുടെ പെട്ടിയും ബാഗൊക്കെ കിട്ടിയായിരുന്നു. അന്നേരം ജിസേലെ കുളിച്ച് സെറ്റപ്പ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. മറ്റവർക്ക് പെർഫ്യൂംസ് ഇല്ല, ഒന്നുമില്ല, നാറിയിട്ട് പാടില്ല. വീട് ക്ലോസ്ഡ് ആണല്ലോ, ഇതിന്റെ അകത്ത് അങ്ങോട്ട് ഇട്ട് നടക്കുമ്പോൾ എന്തായാലും മുഷിയും. അന്നേരം വാട. അന്നേരം ജിസേലേച്ചി വായർന്ന് ഇങ്ങനെ പറയാതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ടാസ്ക് ഒക്കെ വരുന്നു, നിങ്ങളൊന്ന് പോയി കുളിക്കെങ്കിലും ഒന്ന് ചെയ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. രേണുവിനൊക്കെ ഇനിയും കംപ്ലീറ്റ് സാധനം കൊടുത്താലും ഇതാ അവസ്ഥ. ആഴ്ചയിൽ ഒരു തവണയെ കുളിയുള്ളു. അപ്പൊ അതിന് വെള്ളം അലർജിയാണെന്ന് തോന്നുന്നില്ലേ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ബാക്കി ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാം ഗൈസ്. ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ